ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉണ്ണികൃഷ്ണൻ, സ്റ്റോക്ക് ഇൻവെസ്റ്റർ UK എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എല്ലാവരും വീക്കെൻഡൊക്കെ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് എനിക്കൊരു സോഷ്യൽ മെസ്സേജ് നൽകാനൊരു ആഗ്രഹമുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ, കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ ഉദിച്ചൊരു ആശയമാണ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു തിങ്കിങ് ആണ്. നമ്മളുടെ കുളങ്ങളും നദികളും പുഴകളും തോടുകളും ചാലുകളും ഒക്കെ, വഴിവക്കിലുള്ള ചാലുകളൊക്കെ ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പ്ലാസ്റ്റിക് മാലിന്യം മെയിനായിട്ട് വാട്ടർ ബോട്ടിൽസ്, മദ്യക്കുപ്പികൾ എന്നിവ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കാറുള്ള ഒരു ചെറിയൊരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ഈ മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് ബോട്ടിലുകളും വെൻഡേഴ്സിന്, അതായത് വിൽപ്പനക്കാർക്ക് തിരിച്ചെടുത്ത് മാനുഫാക്ചർക്ക് തിരിച്ചു നൽകിക്കൂടാ എന്നൊരു ആശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് സർക്കാർ ഇതിലൊരു തീരുമാനം എടുക്കാത്തത്? എവിടെ പോയി നോക്കിയാലും പ്ലാസ്റ്റിക് കുപ്പികളാണ്, മദ്യക്കുപ്പികളാണ്. അപ്പോൾ ഇതിൽ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ മദ്യക്കുപ്പികൾ ഇപ്പം അടുത്താണ് ഞാൻ തമിഴ്നാട് സർക്കാർ ഒരു തീരുമാനം എടുത്തിരുന്നു. മദ്യക്കുപ്പികളൊക്കെ അവർ തിരിച്ച് വിൽപ്പനക്കാരനെ തിരിച്ചു വാങ്ങിച്ച്, ഒരു ഡിപ്പോസിറ്റ് വാങ്ങിച്ചതിന് ശേഷം ആ ഡിപ്പോസിറ്റ് തിരികെ കൊടുക്കുന്ന ഒരു സംവിധാനം 2-3 ദിവസത്തിന് മുന്നേ ന്യൂസ് പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ചെറിയൊരു സജഷൻ എൻ്റെ സൈഡിൽ നിന്ന് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മദ്യക്കുപ്പികളൊക്കെ മദ്യം വിൽക്കുന്ന സമയത്ത് ഒരു ചെറിയ എമൗണ്ട്, ഫോർ എക്സാമ്പിൾ ഒരു 20 രൂപ വെച്ച് ഒരു ഡിപ്പോസിറ്റ് ആഡ് ചെയ്ത് വിറ്റതിന് ശേഷം അത് ആ കുപ്പി തിരിച്ചു നൽകിയാൽ 15 രൂപയോ മറ്റോ തിരിച്ചു കൊടുക്കുന്ന രീതിയിൽ ഒരു സംവിധാനം ഉണ്ടാക്കി, 5 രൂപ ഹാൻഡ്ലിംഗ് ചാർജസ് വെച്ചതിന് ശേഷം ഒരു 15 രൂപ റിട്ടേൺ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ ഒരാൾ പോലും ഒരു കുപ്പിയും എവിടെ കളയാൻ പോകുന്നില്ല. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വെള്ളത്തിന്റെ കുപ്പികളിൽ ഒരു 1-2 രൂപ ഡിപ്പോസിറ്റ് വാങ്ങിച്ചതിന് ശേഷം ഒരു 50 പൈസ സർക്കാർ ഹാൻഡ്ലിംഗ് ചാർജസ് ആയി വെച്ചിട്ട് ബാക്കി ഒരു 1.5 രൂപ തിരിച്ചു നൽകുന്ന രീതിയിൽ ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ പ്ലാസ്റ്റിക് കുപ്പികളും ആരും എവിടെയും വലിച്ചെറിയാൻ പോകുന്നില്ല. അപ്പൊ ഇത് സർക്കാരിന് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ലേലത്തിൽ കൂടെ ഒരു കോൺട്രാക്ടറെ അപ്പോയിന്റ് ചെയ്ത് കളക്ഷൻ സെന്റേഴ്സ് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് ഒരു ഇമെയിൽ ഇന്നലെ ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയക്കുകയുണ്ടായി. അണ്ണാർക്കണ്ണനും തന്നാലായതെന്നാണല്ലോ. അപ്പോൾ നിങ്ങളോടും എൻ്റെ റിക്വസ്റ്റ് ആണ്, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അധികാര സ്ഥാനത്തിലിരിക്കുന്ന ആരുടെയെങ്കിലും ഇത് ശ്രദ്ധയിൽപ്പെട്ടാൽ, എന്തെങ്കിലും ഒരു തീരുമാനം ഇതിൽ ഉണ്ടായാൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള വകയുണ്ട്. ഇനി നമുക്ക് മാർക്കറ്റിലേക്ക് വരാം. അപ്പൊ 2 ആഴ്ച മുമ്പത്തെ എന്റെ വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി, PSU സെക്ടറിൽ നല്ലൊരു കറക്ഷൻ പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ PSU സെക്ടറിലെല്ലാം നല്ല രീതിയിൽ കറക്ഷൻ ഉണ്ടായി. കഴിഞ്ഞ സൺഡേയിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കറക്ഷൻ കുറച്ചുകൂടി ബാക്കി ഉണ്ടായേക്കാം. കുറച്ചുകൂടി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റോക്കിലൊക്കെ എൻട്രി എടുക്കാനുള്ള സാധ്യതകൾ നമുക്ക് നോക്കാമെന്ന് പറയുകയുണ്ടായി. അതിനുശേഷം കുറച്ചും കൂടി നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തു. അതിനുശേഷം PSU സെക്ടർ നല്ലൊരു ബൗൺസ് നൽകി. അപ്പോൾ PSU സെക്ടറിലൊക്കെ നല്ല നല്ല സ്റ്റോക്കുകൾ വാങ്ങിക്കാൻ പറ്റിയ ഒരു അവസരമാണ് നമുക്കുണ്ടായത്. അതുകൂടാതെ നിഫ്റ്റിയും നല്ല രീതിയിൽ പെർഫോം ചെയ്തു. 22,040 എന്ന നിലയിലാണ് ഈ വെള്ളിയാഴ്ച നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ പോർട്ട്ഫോളിയോ സ്റ്റോക്കിലേക്ക് കടക്കാം. നമ്മുടെ പോർട്ട്ഫോളിയോയിൽ എന്തൊക്കെയാണ് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഉണ്ടായിരിക്കുന്നത്? ആദ്യമായിട്ടുള്ള നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഉണ്ടായിരിക്കണം മാർക്സ് ആൻഡ് ഫാർമയിൽ. മാർക്സ് ആൻഡ് ഫാർമ നമ്മൾ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 150-നും 158-നും ഇടയ്ക്കും 140-നും 143-നും ഇടയ്ക്കായിരുന്നു. അപ്പോൾ അതിന്റെ ആവറേജ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓൾമോസ്റ്റ് ബൈങ് പ്രൈസ് 148 രൂപയ്ക്ക് അടുത്താണ്. ഈ സ്റ്റോക്ക് ഈ അടുത്ത ദിവസം 171 എന്ന ഹൈ കാണിക്കുകയുണ്ടായി. അതായത് ഏകദേശം 15% റിട്ടേൺ നൽകിയിട്ടുണ്ടായി. അപ്പൊ ഞാനിത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ 168 പാർഷ്യലായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ബാക്കി ക്വാണ്ടിറ്റി ലോങ് ടേമിന് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യുകയാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 699 രൂപയ്ക്ക് വാങ്ങിച്ച അലുവാലിയ കോൺട്രാക്ട്സ് എന്ന കമ്പനിയാണ്. ഈ സ്റ്റോക്ക് 45% റിട്ടേൺ നൽകിയതിന് ശേഷം 1019 എന്ന നിലയിലാണ് അത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 986 ഞാൻ പാർഷ്യൽ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്തു. കാരണം ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പറയുകയുണ്ടായി, 699 വാങ്ങിക്കുകയാണ്, 1000ന്റെ ടാർഗറ്റ് 3 to 6 months ആണെന്ന്. ആ ടാർഗറ്റ് 3 മാസത്തിൽ അച്ചീവ് ആയപ്പോൾ പാർഷ്യലായിട്ട് അതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ബാക്കി ക്വാണ്ടിറ്റി ലോങ് ടേമിന് വേണ്ടിയിട്ട്
വളരെ നല്ല സ്റ്റോക്കാണ്. ലോങ് ടേമിന് ഹോൾഡ് ചെയ്യാൻ പറ്റിയ വളരെ നല്ല സ്റ്റോക്കാണ്. മൂന്നാമത്തെ സ്റ്റോക്കാണ് ജനുവരി 28 ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക്. അത് സജസ്റ്റ് ചെയ്തിരുന്ന 174 എൻട്രി എടുക്കാൻ നല്ലതാണെന്നായിരുന്നു. ആ സ്റ്റോക്ക് 235 വരെ പോയിട്ട് 35% റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. അതിപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് 228 പക്ഷേ ചില പേഴ്സണൽ കാരണങ്ങളാൽ അത് എനിക്ക് 175 എൻട്രി എടുക്കാൻ പറ്റിയില്ല. ഞാൻ 185 അത് എൻട്രി എടുത്തത്. ചെറിയ ക്വാണ്ടിറ്റി ഉള്ളൂ, അത് കാരണം അതിൽ പാർഷ്യൽ പ്രോഫിറ്റ് ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല ഇതുവരെ. അത് ഹോൾഡ് ചെയ്യുന്നു. അപ്പൊ ഈ 3 സ്റ്റോക്കുകളാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്തത്. ഇനി ഏറ്റവും മോശമായിട്ടുള്ള പെർഫോമൻസ് ചെയ്ത സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്? ഒന്നാണ് ഗബ്രിയൽ ഇന്ത്യ. ഗബ്രിയൽ ഇന്ത്യ നമ്മൾ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 390 400 ഇടയ്ക്കും, പിന്നെ 350 360 ഇടയ്ക്ക് 50-50 ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മുടെ ആവറേജിങ് ബൈങ് പ്രൈസായി 375. ആ സ്റ്റോക്ക് ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചു. അത് 340 വരെയൊക്കെ പോയി. ഞാൻ വിചാരിച്ചു ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് 320 വരെ പോയേക്കാമെന്ന് കരുതിയിരുന്നു. പക്ഷെ എന്തായാലും അത് അവിടുന്ന് നല്ല രീതിയിൽ ബൗൺസ് ചെയ്ത് ഇപ്പം 365 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കാര്യമായിട്ടുള്ള ലോസുകളൊന്നുമില്ല, മൈനർ ലോസേ ഉള്ളൂ. രണ്ടാമത്തെ സ്റ്റോക്കാണ് ആദിത്യ ബിർള മണി. അത് 120 രൂപ 50 പൈസയ്ക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 110 വരെ പോയി 115 രൂപ 40 പൈസയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു. അതിലും കാര്യമായിട്ടുള്ള ലോസുകളൊന്നും, പറയത്തക്ക ലോസുകളൊന്നും നമുക്ക് ഇല്ല. നോഷണൽ ലോസാണ് അതൊക്കെ. നോഷണൽ ലോസുമാണ്, നോഷണൽ പ്രോഫിറ്റുമാണ്. ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രം. കാരണം നമ്മളിങ്ങനെ സ്റ്റോക്കുകളെ കുറിച്ച് പറഞ്ഞാൽ മാത്രമാണ് നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് പ്രേക്ഷകർക്കും മനസ്സിലാവുള്ളൂ. ഇപ്പോൾ അതുകൂടാതെ കഴിഞ്ഞ ആഴ്ച 3 സ്റ്റോക്കുകളാണ് ഞാൻ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നായിരുന്നു ഗുജറാത്ത് പിപാവ പോർട്ട് ലിമിറ്റഡ്. അത് 179 എന്ന നിലയിലാണ് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്തുള്ള ക്ലോസിംഗ് പ്രൈസ് ഉണ്ടായിരുന്നത്. ആ സ്റ്റോക്ക് 205 വരെ പോയിട്ട് 198 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ സ്റ്റോക്കാണ് പെട്രോനെറ്റ് LNG. ആ സ്റ്റോക്ക് 270 രൂപയിലാണ് വാച്ച് ലിസ്റ്റിലേക്ക് ഇടുന്ന സമയത്ത് 270 ആയിരുന്നു. ഇപ്പോഴത്തെ പ്രൈസ് ആണ് 278, ലാസ്റ്റ് ഫ്രൈഡേ ക്ലോസിംഗ് പ്രൈസ്. മൂന്നാമത്തെ സ്റ്റോക്കാണ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. 894 അത് വാച്ച് ലിസ്റ്റിൽ ഇട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 869 കുറച്ച് താഴെയായിട്ട് ട്രേഡ് ചെയ്യുന്നു. ഇനി ഈ ആഴ്ച വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്ന 3 സ്റ്റോക്കുകളെ കുറിച്ച് പറയാം. ഈ ആഴ്ച ഞാൻ എന്റെ വാച്ച് ലിസ്റ്റിലേക്ക് ഇട്ട 3 സ്റ്റോക്കുകളാണ്. ഒന്ന് AB ക്യാപിറ്റൽ, ആദിത്യ ബിർള ക്യാപിറ്റൽ. കറന്റ് പ്രൈസ് ആണ് 189 രൂപ. രണ്ടാമത്തെ സ്റ്റോക്കാണ് അൾട്രാടെക് സിമെന്റ്. അതിന്റെ ഇപ്പോൾ കറന്റ് പ്രൈസ് ആണ് 9,916 രൂപയാണ് കറന്റ് പ്രൈസ്. ഇതും ഞാൻ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റോക്കാണ് കല്യാൺ ജ്വല്ലേഴ്സ്. കറന്റ് പ്രൈസ് ആണ് 384 രൂപ. ഇതും ഞാൻ എന്റെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്ലെയിമർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കുകളൊക്കെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അതിൽ നല്ല രീതിയിലുള്ള സ്റ്റഡി നടത്തി ഒരു സ്റ്റോക്ക് അഡ്വൈസറുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ. അപ്പൊ ഇതൊക്കെ പിന്നെ ഞാൻ ചെയ്യുന്ന ക്വാണ്ടിറ്റി, ഞാനൊരു 20 സ്റ്റോക്സിന്റെ പോർട്ട്ഫോളിയോ പറഞ്ഞിട്ട് 5% മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞത് ഒരു സ്റ്റഡി പർപ്പസിനാണ്. അപ്പൊ നിങ്ങൾ എന്റെ ഓരോ ബൈയിങ് സെല്ലിങ് കാണുമ്പോൾ ഞാൻ 10,000 മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഇയാൾ വാങ്ങിച്ചിരിക്കുന്നത് അതിൽ കൂടുതലാണല്ലോ എന്നും കരുതണ്ട. അതൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടി ഒരു ഫിഗർ വേണം. ആ ഫിഗർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട്ഫോളിയോ എത്ര പെർഫോം ചെയ്തെന്ന് അതിന്റെ ഒരു കൃത്യമായ കണക്ക് കിട്ടണമെങ്കിൽ നമ്മളൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കണം, അതിന്റെ ഒരു കൃത്യമായ അലൊക്കേഷൻ കൊടുക്കണം. എങ്കിൽ മാത്രമാണ് നമുക്കതൊരു കറക്റ്റ് ആയിട്ടുള്ള കണക്ക് കിട്ടുള്ളൂ, ഫിഗർ കിട്ടുള്ളൂ. അതിനുവേണ്ടി മാത്രമാണ് അത് പോർട്ട്ഫോളിയോയും 5% ഓഫ് ദ ക്യാപിറ്റൽ ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, എന്റെ വീഡിയോക്ക് ഏകദേശം 3000-ഓളം വ്യൂസ് കിട്ടുന്നുണ്ട്. 2500, 3000, 3500 വ്യൂസ് കിട്ടുന്നുണ്ട്. പക്ഷെ ലൈക്കുകൾ വളരെ വളരെ കുറച്ചേ ഉള്ളൂ. 300 ലൈക്ക്, 250 ലൈക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ 3000 വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളോട് എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ഒരു ലൈക്ക് ബട്ടൺ, ഒരു ചെറിയൊരു ക്ലിക്കല്ലേ വേണ്ടോ, ഒരു ലൈക്ക് ബട്ടൺ അമർത്തുക. അതിപ്പോൾ തന്നെ ചെയ്തോളൂ. അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന സ്റ്റോക്ക് എന്റെ പോർട്ട്ഫോളിയോയിലെ 19ാമത്തെ സ്റ്റോക്കാണ്. 20 സ്റ്റോക്കിന്റെ പോർട്ട്ഫോളിയോയിലെ 19ാമത്തെ സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് ഒരു IT കമ്പനിയാണ്. സ്റ്റോക്കിന്റെ പേരാണ് സെൻസാർ ടെക്നോളജീസ്. അപ്പോൾ ഈ കമ്പനിയുടെ സ്റ്റോക്കിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ് ആണ് 536 രൂപ. ഇതിന്റെ 52 വീക്ക് ലോ ആണ് 259 രൂപ. 52 വീക്ക് ഹൈ ആണ് 644 രൂപ. ഇതൊരു 12,139 കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള 2 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് ഞാൻ വാങ്ങിക്കാനുള്ള ചില പോസിറ്റീവ് റീസൺസ് ഉണ്ട്. ഒന്ന്, IT സെക്ടറിലുള്ള നല്ല വാല്യൂ സ്റ്റോക്കാണ്. സ്റ്റോക്കിന്റെ PE ആണ് ഏകദേശം 20 PE ആണ് വേഴ്സസ് സെക്ടർ PE ഓഫ്
36.7. അപ്പോൾ 36.7 ഒരു IT കമ്പനിയുടെ IT സെക്ടർ പി ആണെങ്കിൽ ഈ സ്റ്റോക്കിന്റെ പി വെറും 20 ഉള്ളൂ. രണ്ടാമത്തെ ടോട്ടലി ഡെറ്റ് ഫ്രീ കമ്പനിയാണ്, പ്രൊമോട്ടർ പ്ലഡ്ജിംഗ് ഒന്നുമില്ല. മൂന്നാമത്തത് ഗുഡ് FIIസിന്റെയും DIIസിന്റെയും ഹോൾഡിംഗ് നല്ല രീതിയിലുണ്ട്. FIIs 17.1%ഉം DIIs 16.4%ഉം ഹോൾഡ് ചെയ്യുന്നു. ഡിവിഡൻഡ് പേ ഔട്ട് തരക്കേടില്ലാത്ത ഡിവിഡൻഡ് പേ ഔട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സ്റ്റോക്ക് ഒരു സപ്പോർട്ട് സോണിലാണ്, 520 മുതൽ 540 വരെയുള്ള ഒരു സപ്പോർട്ട് സോണിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ മൊത്തത്തിലുള്ള ഈ കാരണത്താലാണ് ഈ സ്റ്റോക്ക് ഞാൻ വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്റ്റോക്കിന് നെഗറ്റീവ് എന്തൊക്കെയാണ്? ഫ്ലാറ്റ് ആയിട്ടുള്ള ഗ്രോത്ത്, സെയിൽസ് ഗ്രോത്ത് ആണ് കമ്പനി നൽകിയിട്ടുള്ളൂ കഴിഞ്ഞ ക്വാർട്ടറിലൊക്കെ. പിന്നെ ROCയും ഒക്കെ കുറേയും കൂടി ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കിനെ കുറിച്ചൊന്നും ഞാൻ കുറെ ഡീപ്പായിട്ട് പോകുന്നില്ല, കാരണം ഞാൻ വീഡിയോ നോക്കുമ്പോൾ ഈ സ്റ്റോക്കിന്റെ പേര് പറഞ്ഞതിന് ശേഷം വീഡിയോന്റെ വ്യൂസ് ഒക്കെ ഡിപ്പാവാണ്. അപ്പോൾ ഞാൻ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളോട് കുറെ പറഞ്ഞിട്ട് എൻ്റെ വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല. അത് കാരണത്താൽ അത്യാവശ്യം വേണ്ട ചില പോയിന്റുകളൊക്കെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ സ്റ്റോക്ക് ഞാൻ 520 രൂപയ്ക്ക് വാങ്ങിക്കുകയുണ്ടായി 2-3 ദിവസങ്ങൾക്ക് മുമ്പേ. അപ്പോൾ ഈ സ്റ്റോക്കിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു 10% സ്പൈക്ക് കിട്ടിയാൽ 580-നടുത്ത് പാർഷ്യൽ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യും. ബാക്കി ക്വാണ്ടിറ്റി ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തേക്ക് ഇത്രമാത്രം. താങ്ക് യു സോ മച്ച്.